ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ പേജ് നമ്പർ 16 പ്ലേയിങ് വിത്ത് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? വി സ്റ്റാർട്ട് റൈറ്റിംഗ് നമ്പേഴ്സ് ഫ്രം 1 to 3 etc. ആൻഡ് സോ ഓൺ. There are 9 1-digit numbers. Find out how many numbers have 2 digits, 3 digits, 4 digit and 5 digit. അതായത് എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്, എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അങ്ങനെ 5 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ 1 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 to 9 വരെ ഉള്ളതാണ് 1 ഡിജിറ്റ് നമ്പേഴ്സ്. അത് എത്രയേ ഉള്ളൂ? 9 നമ്പേഴ്സേ ഉള്ളൂ 1 to 9 വരെ. ദെൻ 2 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 മുതൽ 99 വരെയാണല്ലോ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇതിനിടയിൽ 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 99 മൈനസ് 10 ചെയ്യുക. ദെൻ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 99 മൈനസ് 10 89. 89 പ്ലസ് 1 90 നമ്പേഴ്സ്. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ട്? 90. ഓക്കെ, ദെൻ 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 100ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ദെൻ എൻഡ് വിത്ത് 999. അപ്പോൾ ഇതിനിടയിൽ 100 മുതൽ 999 വരെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന ആൻസറിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 999 മൈനസ് 100 ചെയ്യുമ്പോൾ 899 കിട്ടും. പ്ലസ് 1 ചെയ്യുമ്പോൾ 900. ഓക്കെ അല്ലേ? ദെൻ അതുപോലെ 4 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 ആണ്. എൻഡ് ചെയ്യുന്നത് 9999. ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 9999 മൈനസ് 1000 ചെയ്യുക. ദെൻ അതിനോടൊപ്പം പ്ലസ് 1 ആഡ് ചെയ്യുക. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ 9000 എന്ന ആൻസർ വരും. ഇതാ ഇവിടെ കണ്ടോ? ഇവിടെ ഫസ്റ്റ് 9, ഇവിടെ 90, ഇവിടെ 900, ഇവിടെ 9000. ദെൻ അടുത്ത എത്രയായിരിക്കും? യെസ്, ഇവിടെ 5 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000ലാണ്. ദെൻ എൻഡ് വിത്ത് 99,999. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്പേഴ്സ്, അതായത് നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? Komal observed that when she adds up digits of certain numbers, the sum is the same. For example, adding the digit of the number 68 will be same as adding the digit of 176 or 545. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 68 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. 68നകത്തുള്ള ഡിജിറ്റ് ആണ് 6ഉം 8ഉം. അപ്പോൾ 6ഉം 8ഉം ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? 14. ദെൻ 176 എന്ന് പറയുന്ന നമ്പർ എടുത്തു. അതിനകത്തുള്ള ഡിജിറ്റ് ആണ് 176. അപ്പോൾ ഈ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴും എന്താണ് വന്നത്? 14. ദെൻ 545 എന്ന നമ്പേഴ്സിനകത്ത ഡിജിറ്റ് ആണ് 545. അപ്പോൾ അവിടെ ആഡ് ചെയ്തപ്പോഴും 14 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചില നമ്പേഴ്സിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിജിറ്റ് സം 14. റൈറ്റ് അതർ നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് ആഡ് അപ്പ് ടു 14. അതായത് ഇതുപോലെ 14 ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടുന്ന മറ്റേതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു നമ്പർ തന്നിട്ടുണ്ട് 68. 68ന്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 14 ആണ്. ഇനി അതുപോലുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ 6നോടൊപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 1 ആഡ് ചെയ്യുക. ദെൻ 8നോടൊപ്പം 8ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് വരുന്ന നമ്പറിനോടൊപ്പം 1 ആഡ് ചെയ്യുക, സെക്കൻഡ് നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6നോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ദെൻ 8ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് തോന്നുന്നു? ഇതിന്റെ സം 77ന്റെ സം എന്ന് പറയുന്നത് 14 ആണ്. 7 + 7 14. വീണ്ടും നമ്മൾ ഫസ്റ്റ് 7നോടൊപ്പം 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 8 ആവും. ദെൻ സെക്കൻഡ് 7ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 ആവും. ദെൻ ഇവിടെയും 86ന്റെ 8 + 6 സം എന്ന് പറയുന്നത് 14 ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 8നോടൊപ്പം 1 ആഡ് ചെയ്യും, 6ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 95. അപ്പോൾ 9 + 5 14 ആണ്. ഇനി നമ്മൾ വീണ്ടും 9നോടൊപ്പം 1 ആഡ് ചെയ്താൽ 10 ആവും അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പർ എന്താവും? 10ഉം 5ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 ആവും. 104 എന്ന് കിട്ടും. ബട്ട് അവിടെ ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നമുക്ക് 68ന് മുന്നേ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം? 6ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5. ദെൻ 8നോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 59. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 14 എന്ന നമ്പറിന്റെ സം. 59നെക്കാളും ചെറിയൊരു നമ്പർ ഇനി നമുക്ക് കിട്ടിയില്ല. ഡിജിറ്റ് സം 14 വരുന്ന ചെറിയൊരു നമ്പർ വേറെ ഇല്ല. 59 ആണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് 95 വരെ മാത്രമേ എഴുതാൻ പറ്റൂ. ഇനി നമുക്ക് എഴുതണമെങ്കിൽ എന്താണ്? 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ പറ്റൂ. 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഏതൊക്കെ എഴുതാം? ഞാനിവിടെ
49 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. 149. അപ്പോൾ ഇവിടെ 1 + 4 + 9 ചെയ്യുമ്പോൾ എന്താണ് 14 ആണ് ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് തന്നെ ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം അല്ലേ. ഇപ്പം എന്ത് എഴുതാം? 941 എന്ന് എഴുതാം. ദെൻ 491 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ എല്ലാം സം എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 4നോടൊപ്പം 1 ആഡ് ചെയ്യുക, 9ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 158 എന്ന് വരും. അപ്പോൾ ഇതിന്റെ സം എന്താണ്? 1 + 5 6, 6 + 8 എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഈ നമ്പേഴ്സിന് നമുക്ക് ഷഫിൾ ചെയ്ത് എഴുതാം. എങ്ങനെ? 158ന് നമുക്ക് 851 എന്ന് എഴുതാം. ദെൻ എന്ത് വരും? 518 എന്ന് എഴുതാം, 581 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് നമ്പേഴ്സ് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന്റെയൊക്കെ ഡിജിറ്റ് സം എടുക്കുമ്പോൾ നമുക്ക് എന്തേ വരത്തുള്ളൂ? 14 എന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ വേറെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഹൂസ് ഡിജിറ്റ് സം ഈസ് 14? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 59. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് ഹൂസ് ഡിജിറ്റ് സം ഈസ് 14? അതായത് സം 14 വരുന്ന ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ചോദിച്ചുകൊണ്ട് നമ്മൾ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ 9 എഴുതി. അപ്പോൾ ഇനി 9നോടൊപ്പം എത്ര ആഡ് ചെയ്താലായിരിക്കും 14 കിട്ടുന്നത്? 5 അല്ലേ. അപ്പോൾ 9 + 5 ആണ് 14. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 5 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനോടൊപ്പം 3 0 കൂടെ കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കിട്ടി, 95,000. ഓക്കെ അല്ലേ. Then how big a number can you form having the digit sum 14? Can you make an even bigger numbers? അതാണ് നമുക്ക് എത്ര വലിയ നമ്പേഴ്സ് ഇതുപോലെ മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സോ നമ്പർ മേക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ. എന്താണ് 14 ഡിജിറ്റ് സം 14 വരുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇതുപോലെ ഇപ്പൊ തന്നെ ഞാൻ 95 എഴുതി, 59 എഴുതി, നമുക്ക് എത്ര 0 ഇട്ട് കൊടുത്താലും അവിടെ എന്താണ് ഡിജിറ്റ് സം എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫിനിറ്റ് നമ്പേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റ് നമ്പേഴ്സ്. ഓക്കെ. ഈവൻ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്ത് ചെയ്യാനും പറ്റും? ഈവൻ നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കിട്ടിയത് നമുക്ക് ഓൾറെഡി ഒരു ഈവൻ നമ്പറാണ്. ഇനി ഇതിനോടൊപ്പം സീറോസ് ഇട്ട് കൊടുത്താൽ എത്ര വലിയ ഈവൻ നമ്പർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഡിജിറ്റ് സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം 40 to 70. ഷെയർ യുവർ ഒബ്സർവേഷൻ വിത്ത് ദ ക്ലാസ്. അതായത് 40 മുതൽ 70 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിജിറ്റ് സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളോട് 40 മുതൽ 70 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിജിറ്റ് സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 40യുടെ സം എങ്ങനെ എഴുതാം? നമുക്ക് 4 + 0 4. ദെൻ 41 എങ്ങനെ വരും? 4 + 1 5. ദെൻ 42 എന്ത് വരും? 4 + 2 6. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യണം? 70 വരെ ചെയ്യണം. ഞാനതൊന്നും ഇവിടെ എഴുതി തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് 40 മുതൽ 70 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, കാൽക്കുലേറ്റ് ദ ഡിജിറ്റ് സം ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ്സ് ആർ കോൺസിക്യൂട്ടീവ്. ഫോർ എക്സാമ്പിൾ 3 4 5. അതായത് കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് 3 4 5. ഡു യു സീ എ പാറ്റേൺ? വിൽ ദിസ് പാറ്റേൺ കണ്ടിന്യൂ? അപ്പോൾ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്പർ എടുത്തു. ഫസ്റ്റ് 3 ഡിജിറ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് എടുക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ 1 2 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലോ. 1 2 3 ഇതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 2 3, 3 + 3 6 വരും. 1 + 2 + 3 = 6. ദെൻ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമുക്ക് 2 സ്റ്റാർട്ട് ചെയ്യാം. 2 3 4 234. 2 + 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും? 9. ദെൻ അടുത്ത് നമുക്ക് 3 4 5 അല്ലേ. 3 4 5. അപ്പോൾ 3 + 4 + 5 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. കൂട്ടുകാരൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 4 5 6. അവിടെ 4 + 5 + 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 15 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതാ? 5 6 7. 567 നമ്മൾ ഇതിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ 80. ദെൻ 6 7 8 ആഡ് ചെയ്യുമ്പോൾ 6 + 7 + 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 21. ദെൻ 7 8 9 7 8 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 7 + 8 + 9 = 24.
ദെൻ നമുക്ക് 8, 9, 10 എഴുതാൻ പറ്റുമോ? 8, 9, 10 ആകുമ്പോൾ ഇവിടെ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആവും. അപ്പോൾ നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇത് വേണ്ട. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ കിട്ടിയ ആൻസേഴ്സിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടെ 6, 9, 12, 15, 18, 21, 24 ഈ നമ്പേഴ്സ് എന്ത് നമ്പേഴ്സ് ആണ്? യെസ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഫസ്റ്റ് വൺ എന്താണ്? 3 × 2 ആണ് ഇവിടുത്തെ 6 എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ആണെങ്കിലോ 3 × 8 അല്ലേ? അപ്പോൾ 3 × 2 മുതൽ 3 × 8 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? യെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊരു സീക്വൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 ഫ്രം ഏതാ? 3 × 2 to 3 × 8 അല്ലേ? 3 × 2 മുതൽ 3 × 8 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾ ആണ് എന്ത് പറയുന്നത്? നമുക്ക് ഈ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.